ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിതൊരു സംസാരിക്കണം എന്ന് കരുതിയിട്ട് എടുക്കുന്നതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സ് ആയിട്ട് ഞാനൊരു പറയാൻ വന്നൊരു കാര്യം സംസാരിക്കാം എന്ന് കരുതിയതാണ്. വിജയുടെയും തൃഷയുടെയും ഒരു ന്യൂസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന, അത്രയും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, നമ്മളിപ്പോൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും വരുന്ന ഒരു വൈറൽ ന്യൂസാണ് വിജയും തൃഷയുമായിട്ടുള്ള ഒരു റിലേഷൻ. അത് എന്തോ ആയിക്കോട്ടെ, ആ ഒരു റിലേഷനെ കുറിച്ച് പലതരം വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാനിത് ആധികാരികമായിട്ട് പറയുന്നതൊന്നുമല്ല. ഞാൻ പറയാൻ വന്നത് ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനെ വളരെ മാസ് BGM ഒക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട്, ഭയങ്കര കത്തിച്ച് വിടുന്ന അങ്ങനെയുള്ളൊരു റൊമാൻറ്റിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ട്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെയുള്ളൊരു തീമിൽ കുറേ ഷോർട്സ് വീഡിയോസും അല്ലാണ്ടുള്ള വീഡിയോസൊക്കെ ഇറങ്ങുന്നുണ്ട് ഒരുപാട്. ഓക്കെ, അത് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു റൊമാൻറ്റിക് ഒരു സംഭവം കാണുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു റൊമാൻറ്റിക് ഒരു അതൊരു മൂവിയോ ഷോർട്ട് ഫിലിമോ എന്തായി കഴിഞ്ഞാലും പ്രണയം ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവത്തില്ല അല്ലേ. അപ്പോൾ അതിപ്പോൾ വിജയ് ഒരു ഇത്രയും ഫേമസ് ആക്ടർ, നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി കൂടെയൊക്കെ ആകുമ്പോൾ, ഇത്രയും ഫേമസ് ആക്ട്രസ് തൃഷ കൂടെയൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും അതൊരു ഭയങ്കര ഒരു എന്താണ്, ആളുകളെ ഏറ്റെടുക്കും, അത്രയും വൈറലാവും, ഓക്കെയാണ്. പക്ഷേ ഇത്രയും അതിനെ നോർമലൈസ്, അവർ തമ്മിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അതല്ലെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല, അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണോ, വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ഒരിക്കലും എനിക്ക് അറിയത്തില്ല. നമുക്ക് അതിൽ ഒരു ക്ലാരിറ്റി അവരൊന്നും പറഞ്ഞിട്ടില്ല. വേറൊരു ക്ലാരിറ്റിയും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുവാണ്. എനിക്ക് അറിയത്തില്ല എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിലായി കഴിഞ്ഞാലും ഇതിനെ കുറേ ആളുകൾ ഈ ഒരു റൊമാൻറ്റിക് ആയിട്ട് ഈ ഒരു BGM ഒക്കെ കൊടുത്തിട്ട് വീഡിയോസ് ഇറക്കുമ്പോൾ, അല്ലെങ്കിൽ കമൻസിൽ അത്രയും സപ്പോർട്ട് ചെയ്ത്, അവരുടെ ആ ഒരു റിലേഷനെ അത്രയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന, കമൻ്റ് ഇടുന്ന ഒത്തിരി ആളുകളുണ്ട് അല്ലേ, ഒത്തിരി പേരുണ്ട്. ഞാൻ ഒത്തിരി കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് അത്രയും നോർമലൈസ് ചെയ്തിട്ടാണ് ഓരോരുത്തർ സംസാരിക്കുന്നത്. അത് അത്രയും നോർമലൈസ് ചെയ്യാൻ അത് എങ്ങനെ പറ്റുന്നു എന്ന് ഞാനിങ്ങനെ കുറേ തവണ ആലോചിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്ന ഒരു വീഡിയോ അല്ല. അത് അത്രയും നോർമലൈസ് ചെയ്യാൻ എങ്ങനെ കഴിയും എന്ന് നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വൈഫിന്, ഇപ്പോൾ ഒരു വൈഫിൻ്റെ അടുത്ത് നിന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വൈഫാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു. സ്വന്തം വീട്ടിലാണ് അങ്ങനെ ഒരു ഹസ്ബൻഡിന് വേറൊരു റിലേഷൻ, അല്ലെങ്കിൽ വൈഫിന് വേറൊരു റിലേഷൻ ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങളത് അത്രയും നോർമലൈസ് ചെയ്ത് നിങ്ങൾക്കത് കാണാൻ പറ്റുമോ? അതെങ്ങനെ കാണാൻ അതെങ്ങനെ കാണാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു, ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്. എല്ലാവരും അത് ഇത്രയും സപ്പോർട്ട് ചെയ്ത് തീപ്പൊരിയൊക്കെ പാർപ്പിച്ചുകൊണ്ട് കുറേ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. ഇതുപോലെ കുറേ റൊമാൻറ്റിക് BGM ഒക്കെ ചേർത്തിട്ട് കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഇറക്കുമ്പോൾ, അത് നിങ്ങളുടെ വീട്ടിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ അടുത്തുനിന്നോ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്നോ ആണ് അത് വരുന്നതെങ്കിൽ അത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അതെങ്ങനെ നിങ്ങൾക്ക് നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ. അതിൽ അവരുടെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആളുകൾ കുറേ പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ ഫാമിലി അല്ലെങ്കിൽ വൈഫ് ഇത് എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുന്നത് എന്ന് പറയുന്ന വളരെ ചുരുക്കം ചില 100 കമൻസ് സപ്പോർട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ചില കമൻസ് അങ്ങനെയും വരുന്നത് കണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി, അതായത് വിജയുടെ വൈഫ്, വിജയ് സാറിൻ്റെ വൈഫ് വേറൊരു മാരേജ് ചെയ്തു, അല്ലെങ്കിൽ ലീഗലി ഡിവോഴ്സ് കഴിഞ്ഞു എന്ന് പലരും പറയുന്നുണ്ട്. ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് കുറഞ്ഞു. കറണ്ട് വരുമ്പോൾ വീണ്ടും ലൈറ്റ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലീഗലി ഡിവോഴ്സ് കഴിഞ്ഞു എന്നും അല്ല എന്നും പലരും പറയുന്നുണ്ട്. അതിൻ്റെ ക്ലാരിറ്റി അറിയത്തില്ല. ഇനിയിപ്പോൾ ലീഗലി കഴിഞ്ഞു, അല്ലെങ്കിൽ പുള്ളിക്കാരി വേറെ മാരേജ് ചെയ്തു, അല്ലെങ്കിൽ 2 കുട്ടികളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്നും വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ലൈറ്റ് വന്നു. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, പുള്ളിക്കാരി വേറെ മാരേജ് ചെയ്ത് പോയി, അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ അവരവരുടേതായ വഴിക്ക് പോയി, അതുകൊണ്ട് നമ്മൾ വേറൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്തു. ഓക്കെ, എല്ലാം അവരവരുടെ ഇഷ്ടമാണ്. ഞാൻ ഇത്രയും പറയുവാണെങ്കിലും എല്ലാം അവരവരുടെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ അത് എല്ലാവരും അത്രയും നോർമലായിട്ട് കാണുന്നത് കൊണ്ട് എനിക്കൊരു അതിശയം തോന്നിപ്പോവാണ്. അതെങ്ങനെ
കാണാൻ കഴിയുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അതാണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ. അത് നിങ്ങൾക്ക് ആണെങ്കിൽ, എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്കൊന്നും ഒരിക്കലും അതിനെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. കുറേ സപ്പോർട്ട് ചെയ്യുന്നവരെ കണ്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും അങ്ങനെ തന്നെയാണോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. ഇതൊരു റിയാക്ഷൻ വീഡിയോ, ഒരിക്കലും അവരുടെ ലൈഫിനെ ചോദ്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒരു അവരുടെ കാര്യത്തിൽ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. പക്ഷേ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫാമിലി ഉള്ള ആളിൻ്റെ ഒരു വേറൊരു റിലേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും ആളുകൾ അതിനെ കാണുന്ന ആ ഒരു അതിനോട് എനിക്കൊരു ഒരു എതിർപ്പ് തോന്നി. എനിക്ക് തോന്നി. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയൂ കേട്ടോ. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.